ഈ കാര്യം, ഈ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചെടുത്ത് കൃത്യമായി അതിൻ്റെ ആകത്തൂക്കം, അതിൽ സ്വർണത്തിൻ്റെ അളവ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്, കൃത്യമായി മാസത്തിൽ രേഖപ്പെടുത്തുകയാണ്, വീഡിയോ ചിത്രീകരണവും ചെയ്യുകയാണ്. അപ്പോഴാണ് വൈകുന്നേരത്തോടുകൂടി ഈ പ്രോസസ്സ് തീരുന്നു. അപ്പോഴാണ് ഇത് സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കണം, കോടതിയെ അറിയിക്കണം എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഈ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് തന്നെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ ഉദ്യോഗസ്ഥർ വിളിക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ട് അയച്ചാൽ മതി എന്ന് പറയുന്നു. റിപ്പോർട്ട് അയച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ആ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് അയച്ചാൽ മതി. സ്പെഷ്യൽ കമ്മീഷണർ അപ്പോൾ ഇത് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കൊണ്ടുപോകത്തില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഉച്ചയോടുകൂടിയാണ്, ഏതാണ്ട് ഒരു 11:30-12 മണിയോടുകൂടിയാണ് പത്തനംതിട്ടയിൽ നിന്നും ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. ചെന്നൈയിലേക്ക് കൊണ്ടുപോയി 9-ാം തീയതിയോടുകൂടി ചെന്നൈയിലെത്തുന്നു. അവിടെ പ്രോസസ്സ് ആരംഭിക്കുകയാണ്. 9-ാം തീയതി സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. 10-ാം തീയതിയോടെ കോടതി ഇത് നിർത്തിവെക്കാൻ പറയുകയാണ്. എന്നിട്ട് SP ചുമതലപ്പെടുത്തുകയും ചെയ്തു. ദേവസ്വം ബോർഡ് SP ചുമതലപ്പെടുത്തുകയും ചെയ്തു. ദേവസ്വം ബോർഡ് SP ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചു. അപ്പോൾ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചിട്ടുണ്ട്, കോടതി അറിയിച്ചില്ല എന്നുള്ളൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 14-ാം തീയതിയോടുകൂടി ബോർഡ് സെക്രട്ടറി നിരുപാധികം കോടതിയോട് മാപ്പ് പറയുന്നു. 14-ാം തീയതി തന്നെ ഇത് മുന്നോട്ട് പോകുവാൻ, ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാൻ, സ്റ്റേ വെക്കേറ്റ് ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. അതോടുകൂടി 2025 ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 15-ാം തീയതിയോടുകൂടി ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട 25 ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തീരുകയാണ്. പിന്നെ എപ്പോഴാണ് വീണ്ടും ഈ വിവാദം വരുന്നത്? എപ്പോഴാണ്? സെപ്റ്റംബർ 20-നാണല്ലോ അയ്യപ്പ സംഗമം. സെപ്റ്റംബർ 17-നാണ് എന്നാണ് എൻ്റെ ഓർമ്മ. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ വരികയാണ്. ശബരിമലയിൽ 4 കിലോയുള്ള 2 താങ്ങുപീഠങ്ങൾ, ദ്വാരപാലക താങ്ങുപീഠക ശില്പങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിവാദം. ആ വിവാദവും അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അന്ന് എന്താ പറയുന്നത്? ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണം, സ്വർണ്ണക്കള്ളനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണം. വലിയ വാർത്തയാകുന്നു. അങ്ങനെ വീണ്ടും കോടതി ഇടപെടുകയാണ്. കോടതി വീണ്ടും ആരെ തന്നെ വയ്ക്കുകയാണ്? ദേവസ്വം ബോർഡ് SP തന്നെ വീണ്ടും അന്വേഷണത്തിന് വയ്ക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ശബരിമല അയ്യപ്പ സംഗമമൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാം വലിയ പാനിക്കാണ്, വലിയ ടെൻഷനിലാണ്. കാരണം വലിയൊരു ആരോപണമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥന്മാർക്കും പ്രതിക്കൂട്ടിലാവില്ലേ? അങ്ങനെ SP ഇവിടെ വരുന്നു, പരിശോധിക്കുന്നു, രേഖകളുണ്ടോ, ഇത് സാധനം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ശബരിമലയിലെത്തി അവിടുത്തെ രേഖകളുണ്ടോ എന്ന് പരിശോധിക്കുന്നു, സ്ട്രോങ് റൂമിൽ പരിശോധിക്കുന്നു, അവിടെയൊന്നും കാണാനില്ല, രേഖയുമില്ല, ഈ സാധനവുമില്ല. പിന്നീട് അവിടുത്തെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആറന്മുളയിലെത്തി പരിശോധിക്കുന്നു, അതും അവിടെയും രേഖയില്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും പാനിക്കായി നിൽക്കുകയാണ്. ആ സമയത്താണ് 23-ാം തീയതിയോ 24-ാം തീയതിയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, SP എന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു വാസുദേവൻ പോറ്റി ഞങ്ങളുടെ അന്വേഷണ സംഘത്തിലുള്ള ഒരു SA വിളിച്ചിരിക്കുന്നു. ഇത് ഈ മാധ്യമങ്ങളിൽ കാണുന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയും. അവർ പെട്ടെന്ന് തന്നെ വാസുദേവൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു. നേരെ അവിടെ വരുന്നു, വെഞ്ഞാറമൂട്ടിലെത്തുന്നു. ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കുന്നു. അതേ സമയത്താണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മൾ വിളിക്കുകയാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, വിളിക്കുകയാണ്. സർ, കോടതി 2019 ഫയലുകൾ ചോദിക്കുകയാണ്. ആ 2019 ഫയലുകൾ കോടതി ചോദിക്കുന്നു, എന്ത് വേണം? ഈ 2019 ഫയലുകൾ, അപ്പം ഞാൻ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഇത്രയും വലിയൊരു പ്രശ്നമാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ കൃത്യമായിട്ടത് കോടതിയെ കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെവിടെ കൊടുക്കുന്നത്? കോടതിയിലേക്ക്. അല്ലല്ല, ഈ ഫയൽ 2019 ഫയൽ കോടതിയിലേക്ക് കൊടുക്കുന്നത്. വീടുമൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ 2019 ഫയലുകൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ആ 2019 ഫയലുകളിൽ നിന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിലും
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ 2019 നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പുറത്തു വരുന്നത്. അതുവരെ ആർക്കെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നോ? ഇങ്ങനൊരു കൊള്ള നടന്നുവെന്നോ, ഇങ്ങനൊരു മോഷണം നടന്നുവെന്നോ ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നോ? 2025 നവംബറിൽ ഈ ഫയൽ കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് എത്തുമ്പോഴാണ് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട സകല ഡീറ്റെയിൽസും പുറത്തു വരുന്നത്. ഞങ്ങളാണ് ആ ഫയൽ കൊടുത്തത്. ഞങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടായിരുന്നുവെങ്കിൽ, ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടായിരുന്നുവെങ്കിൽ ആ ഫയല് കൊടുക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ ഫയലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഒളിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ പേപ്പറുകൾ മാറ്റണ്ടേ? ഞങ്ങൾ അങ്ങനെ ചെയ്തോ? ഞങ്ങളിതെല്ലാം ബഹുമാനപ്പെട്ട കോടതിയെ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒളിപ്പിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് തന്നെയാണ് ഗവൺമെന്റ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ കോടതിയോട് ആവശ്യപ്പെടണം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടണം. അങ്ങനെ ഞങ്ങൾ കൂടി ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയോട് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SIT ടീമിനെ പ്രഖ്യാപിക്കുന്നത്. ഇതാണ് നടന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ പിന്നെ അതിനുശേഷം ഒരു കൂട്ടപ്പൊരിച്ചിലായി. പിന്നെന്തായി? പിന്നെ അയ്യപ്പ സംഗമം കഴിഞ്ഞ ഉടനെ പ്രസിഡന്റിന്റെ വിസിറ്റായി, സീസണായി, അന്വേഷണമായി, ഇങ്ങനെ പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്നും പഠിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ, നിങ്ങളോട് ബ്രീഫ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത്.